ഇറാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പല സംസ്കാരങ്ങളുടെയും ഒരു സ്ഥിരാകേന്ദ്രമായിരുന്നു. ഇറാനിൽ നിന്നാണ് ഇന്ത്യയിലുള്ള ടാറ്റ, ഗോദ്രേജ് കുടുംബങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആര്യന്മാരും ഇറാനിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ളത്. ഹിന്ദുമതത്തിന് ഇറാൻ സംസ്കാരവുമായിട്ട് വളരെ ബന്ധമുണ്ടെന്നുള്ളത് അതിൻ്റെ വേരുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പുരാതന കാലഘട്ടം മുതലേ പശ്ചിമേഷ്യയിൽ ഒരുപാട് ആളുകൾ ഇറാനിൽ കയറിയിറങ്ങിപ്പോയിട്ടുണ്ട്. ഒരുപാട് സംസ്കാരങ്ങൾ അവിടെ താഴ്ച വളർന്നിട്ടുണ്ട്. അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജീവിതവും വളരെ വ്യത്യസ്തമാണ്. എല്ലാം കൊണ്ടും സമ്പുഷ്ടമായിട്ടുള്ള ഒരു സംസ്കാരമായിരുന്നു ഇറാൻ്റെ സംസ്കാരം. എന്നാൽ 1979 വരെ അത് അപ്രകാരമായിരുന്നു. അതിനുശേഷമാണ് യാഥാസ്ഥിക ഇസ്ലാമിക ഭരണകൂടം അവിടെ വന്നിട്ടുള്ളത്. ഇറാനിലുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്കെല്ലാവർക്കും ഒരു പേടിയുണ്ട്. കാരണം അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഒക്കെയും യാഥാസ്ഥിക ഇസ്ലാമിക നിലപാടുകൾ കാർന്നു നിന്ന് കഴിഞ്ഞു, താലിബാനിലുള്ള പോലെ. ഖുമൈനിയുടെ ഭരണം കൊണ്ട് ഇറാനിൽ എന്ത് നേട്ടമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈനികമായി നേട്ടമുണ്ടായി എന്നുള്ളതല്ലാതെ കാര്യമായിട്ടൊരു നേട്ടം ഉണ്ടായില്ല. അയാളുടെ ഭരണം കാരണം ആ രാജ്യത്തിന് മേലെ വ്യാപാര സാങ്ഷൻസ് അമേരിക്ക ഇമ്പോസ് ചെയ്തു. അങ്ങനെ ഒരുപാട് എണ്ണ, ഗ്യാസ് വിഭവങ്ങളുള്ള ആ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഒരുപാട് തടസ്സം അതുമൂലം ഉണ്ടായി. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്കൊന്നും വലിയ ആയിട്ടൊന്നുമല്ല അവരെല്ലാവരും ഖുമൈനിയുടെ ഭരണത്തിന് കീഴിലിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്ററിൽ അപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അവിടുത്തെ പത്രവാർത്തകളോട് പുറത്ത് വിടാത്തതാണ്. സ്വേച്ഛാധിപത്യ ഭരണം ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാവില്ല, എപ്പോഴും പിരിമുറുക്കമായിരിക്കും. കാരണം അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. സ്റ്റാലിൻ റഷ്യയെ ഭരിച്ചപ്പോൾ അപ്രകാരമാണ്. നോർത്ത് കൊറിയ ഭരിക്കുന്ന കിം ജോൺ യുവിൻ്റെ ഭരണം അപ്രകാരമാണ്. ഖദാഫിയുടെ ലിബിയ അപ്രകാരമായിരുന്നു. ഇഡിയാമിൻ്റെ ആഫ്രിക്ക അപ്രകാരമായിരുന്നു. ഇവരെല്ലാവരും വലിയ വലിയ തത്വമൊക്കെ പറഞ്ഞ് നടന്നവരാണ്. പക്ഷേ ആ രാജ്യത്തിലുള്ള ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും, അവർ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുകയാണ്, വൈകാരികമായി തളർന്നിരിക്കുകയാണ്. അവർക്കിഷ്ടമല്ല ഇങ്ങനത്തെ ഒരു ഭരണം. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട് ആർക്കും ഇഷ്ടമല്ല. ഖുമൈനിയുടെ കാലഘട്ടത്തിന് ശേഷം ഇറാനിൽ ചിലപ്പോൾ എല്ലാം മാറ്റം വരുമായിരിക്കും.